നമസ്കാരം. STB ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ മേലൂർ പുല്ലാനിയിൽ ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് 34 വയസ്സുള്ള ലിജി. ഭർത്താവ് പ്രതീഷ് പോലീസ് കസ്റ്റഡിയിൽ. മദ്യലഹരിയിലായിരുന്ന പ്രതീഷ് ലിജിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നെന്ന് നിഗമനം. തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് ഒരു നാൾ മാത്രം ശേഷിക്കെ വാണിയംകുളത്തും ഷൊർണൂരും ആവേശം നിറച്ച് LDF റാലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേന്ദ്രസേനയും ലോക്കൽ പോലീസും സംയുക്തമായി പാലക്കാട് റൂട്ട് മാർച്ച് നടത്തി. കൊപ്പത്ത് പ്രവർത്തകന്റെ അപ്രതീക്ഷിത വേർപാടിൽ പൊതുയോഗം നടത്താതെ അനുശോചനം രേഖപ്പെടുത്തി UDF. ഒടുവിൽ നയം വ്യക്തമാക്കി മുൻ MLA AV ഗോപിനാഥ്. പെരുങ്ങോട്ടുകുറിശി വികസന മുന്നണി രൂപീകരിച്ചതായി പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ. പെരുങ്ങോട്ടുകുറിശിയുടെ വികസനത്തിനായി ആവശ്യപ്പെട്ടതിലധികം ഫണ്ട് അനുവദിച്ച പിണറായി സർക്കാരിനൊപ്പമെന്ന് AV ഗോപിനാഥ്. വാർത്തകൾ വിശദമായി. തൃശൂർ മേലൂർ പൂലാനിയിൽ ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. പൂലാനി സ്വദേശി 34 വയസ്സുള്ള ലിജിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. പൂലാനി കുറുപ്പം 5-ാം വാർഡിൽ താമസിക്കുന്ന 34 വയസ്സുള്ള ലിജിയാണ് കൊല്ലപ്പെട്ടത്. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസ് ഭർത്താവ് പ്രതീഷിനെ കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്ന പ്രതീഷ് ലിജിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിഗമനം. മദ്യപിച്ചെത്തുന്ന പ്രതീഷ് നേരത്തെയും ഭാര്യയെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് കൊരട്ടി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളത്ത് LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KS സാലിക ഉദ്ഘാടനം ചെയ്തു. എന്നതാണ് നമ്മുടെ മുമ്പിലെ ആശങ്ക. ഈ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും തകർത്തുകൊണ്ടുള്ള നിലയാണോ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വേണ്ടത്? മറിച്ച് ഭരണഘടനാ മൂല്യങ്ങളായ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനാണ് നാം ഉത്തരം നൽകേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലൂടെ. CPM ഏരിയ കമ്മിറ്റി അംഗം K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. LDF ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി MR മുരളി, CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, KP സുധീർ, ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് T സുനിൽ, P ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഷൊർണൂരിൽ LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ റാലിക്കു ശേഷം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CPIM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPI ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി KC സോമൻ, P സിന്ധു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MR മുരളി, S കൃഷ്ണദാസ്, MK രാമചന്ദ്രൻ, M നാരായണൻ, മുരളി മുണ്ടായ തുടങ്ങിയവർ സംസാരിച്ചു. റാലിയുടെ ഭാഗമായി നടന്ന DJ നൈറ്റിൽ യുവതി യുവാക്കളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ക്രമസമാധാന പാലനത്തിന് നിയോഗിച്ചിട്ടുള്ള കേന്ദ്രസേനയും പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കോട്ടമൈതാനം മുതൽ വിക്ടോറിയ കോളേജ് വരെയായിരുന്നു റൂട്ട് മാർച്ച്. ജില്ലാ പോലീസ് മേധാവി R ആനന്ദ്, ASP, DYSP തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. കോട്ടമൈതാനത്ത് നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് സുൽത്താൻപേട്ട ജംഗ്ഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി വിക്ടോറിയ കോളേജിന് സമീപത്തെത്തി സമാപിച്ചു. 100-ലധികം കേന്ദ്രസേനയും 500-ലധികം പോലീസുകാരും ഭാഗമായി. 3 നിരകളായിട്ടാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. 26-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ മുന്നൊരുക്കമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊപ്പത്ത് വാഹനാപകടത്തിൽ മരിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകൻ അബ്ദുൾ റഷീദിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് കൊപ്പം സെന്ററിൽ അനുസ്മരണ യോഗം നടന്നു.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF സംഘടിപ്പിക്കാനിരുന്ന പൊതുയോഗമാണ് അബ്ദുൾ റഷീദിന്റെ അപ്രതീക്ഷിത വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി പിരിഞ്ഞത്. സഹപ്രവർത്തകൻ ഈ റഷീദിന്റെ ഈ അകാലത്തിലുണ്ടായ ഈ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്താനും അദ്ദേഹത്തിന്റെ വസതിയിൽ പോകാനും വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇത് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് കുടുംബയോഗം നടന്നതെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ ഈ സ്റ്റേജ് ഒരുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി രാത്രിയും പകലുമെല്ലാം നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ അഗാധമായ പ്രയാസം ആ കുടുംബത്തിനുണ്ടാകും. അവരുടെ വേദനയിൽ പങ്കുചേരും. മരണം പലപ്പോഴും ലിംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അനുസ്മരണ യോഗത്തിനു ശേഷം കൊപ്പം പുലാശ്ശേരിയിലുള്ള റഷീദിന്റെ വസതിയിലും UDF നേതാക്കൾ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ, മുൻ MLA CP മുഹമ്മദ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, വൈസ് പ്രസിഡന്റ് CAMA കരീം, സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, റിയാസ് മുക്കോളി എന്നിവർ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ട റഷീദ് മുസ്ലിം ലീഗ് കൊപ്പം ശാഖ മുൻ സെക്രട്ടറിയും സജീവ ലീഗ് പ്രവർത്തകനുമാണ്. UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഗൃഹസന്ദർശന ക്യാമ്പയിനുകൾക്കും റഷീദ് നേതൃത്വം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒടുവിൽ നയം വ്യക്തമാക്കി AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശ്ശിയുടെ വികസനത്തിനായി ആവശ്യപ്പെട്ടതിലധികം ഫണ്ട് അനുവദിച്ച് സഹായിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനായി LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് AV ഗോപിനാഥ്. തിങ്കളാഴ്ച വൈകുന്നേരം പെരിങ്ങോട്ടുകുറിശ്ശി സെന്ററിൽ ആയിരങ്ങൾ അണിനിരന്ന വേദിയിൽ പെരിങ്ങോട്ടുകുറിശ്ശി വികസന മുന്നണി എന്ന പേരിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപനം നടത്തിയ ശേഷമാണ് AV ഗോപിനാഥ് തന്റെ നയം വ്യക്തമാക്കിയത്. 2019 UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് രമ്യ ഹരിദാസിനെ വിജയിപ്പിച്ചെങ്കിലും ₹1 പോലും പെരിങ്ങോട്ടുകുറിശ്ശിക്ക് അനുവദിച്ചില്ലെന്നും നന്ദികേട് കാണിച്ചവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായി അറിയാമെന്നും രാഷ്ട്രീയത്തിനപ്പുറം വികസനമാണ് തന്റെ സ്വപ്നമെന്നും പറഞ്ഞ ഗോപിനാഥ് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണനുമായി കൈകോർത്താണ് നയം വ്യക്തമാക്കിയത്. 25 കൊല്ലം ഞങ്ങൾ 19 കൊല്ലം ഞങ്ങൾ പുരോഗതിക്ക് വേണ്ടി പോരാടി. ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തില്ലേ? രാഷ്ട്രീയ പരിഗണന നോക്കാതെ പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചു. ഒന്ന് മനസ്സിലാക്കാൻ നന്നായിരിക്കും. മറ്റു പലരും കാര്യം വെച്ച് കോൺഗ്രസ് നടത്തുന്നു. ഞാൻ ചവിട്ടിപ്പൊത്താക്കിയ പാർട്ടിക്കകത്ത് കയറാതെ എന്റെ മരണം കോൺഗ്രസ് അല്ലാതെ കഴിക്കാൻ ചടങ്ങിൽ KP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പ്രവാസി വ്യവസായി KP രവിശങ്കർ, PP സുമോദ് MLA, സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ, CPM കുഴൽമന്നം ഏരിയ സെക്രട്ടറി A. അനിതാനന്ദൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K. കേരളകുമാരി, വൈസ് പ്രസിഡന്റ് EP പൗലോസ്, രാജിവെച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് KA മക്കി, സുകുമാരൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്കൂട്ടറിന് പിറകിൽ 2 വയസ്സുള്ള കുട്ടിയെ നിർത്തി അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ ചിറ്റിലപ്പള്ളിയിൽ വെച്ചായിരുന്നു സംഭവം. മുള്ളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. അമല ഭാഗത്തു നിന്ന് ചിറ്റിലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് കുട്ടിയെ സീറ്റിന് മുകളിൽ നിർത്തി ഇയാൾ സ്കൂട്ടർ ഓടിച്ചത്. പിറകിൽ സഞ്ചരിക്കുകയായിരുന്നവർ ദൃശ്യം പകർത്തി പോലീസിന് കൈമാറുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ പിതാവിനെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാർലയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ AKTA സംസ്ഥാന സെക്രട്ടറി G. സജീവൻ ഉദ്ഘാടനം ചെയ്തു. ടൈലേഴ്സ് അംഗങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും മറ്റു സംഘടനകൾക്ക് നൽകുന്ന സഹായ സഹകരണങ്ങൾ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷനും സംസ്ഥാന സർക്കാർ നൽകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നമ്മൾ നടത്തുന്നത് ഏത് മേഖലയിലാണ്? ഇന്ന് തയ്യലുള്ള ആളുകൾക്ക് വേണ്ടി
1995 കേരള നിയമസഭയിൽ 3-2 ഭൂരിപക്ഷത്തോടെ നിയമമാക്കിയ ഒരു നിയമത്തിൽ ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ ഇടപെടലിന്റെ ദുരന്ത ഫലം ഇന്ന് 60 വയസ്സ് പൂർത്തീകരിച്ച് റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികൾ ഇന്ന് ആ ദുരന്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ദുരന്ത ഫലം? 95 നിയമമായ ക്ഷേമനിധി നിയമത്തിന്റെ 25A പട്ടികയിൽ പറയുന്നു തൊഴിലാളി അടയ്ക്കുന്ന അംശാദായം. പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രിക അധ്യക്ഷയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സതികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സി ബാലസുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും ഗജാൻജി എം ഉണ്ണികൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലയിലെ 22 ഏരിയകളെ പ്രതിനിധീകരിച്ച് 267 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലെ വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, മിനിമം പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക, പാലക്കാട് രാമേശ്വരം റൂട്ടിൽ കൂടുതൽ ട്രെയിൻ അനുവദിക്കുക, ബെമൽ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാനുള്ള നീക്കം ഒഴിവാക്കുക എന്നീ പ്രമേയങ്ങൾ യോഗത്തിൽ പാസാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ മാന്നാമംഗലം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചെരിഞ്ഞു. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ഇന്ന് രാവിലെയാണ് ആന ചെരിഞ്ഞത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. ആഴവും വെള്ളവുമുള്ള കിണറിലാണ് ആന വീണത്. ആനയെ കരയ്ക്ക് കയറ്റാനായി JCB ഉപയോഗിച്ച് മണിക്കൂറുകളോളം പരിശ്രമിച്ച് മണ്ണുമാന്തി ആനയുടെ സമീപത്ത് വരെ എത്തിയതായിരുന്നു. ഇതിനിടെയാണ് രാവിലെ 7 മണിയോടെ ആന ചെരിഞ്ഞത്. അനങ്ങാനാവാതെ കിണറ്റിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ആന. വീഴ്ചയുടെ ആഘാതത്തിൽ നടുവിനേറ്റ സാരമായ പരിക്കാകാം മരണകാരണമെന്നാണ് നിഗമനം. മാന്നാമംഗലം ഫോറസ്റ്റ് സെക്ഷൻ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ആനക്കുഴി. ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം പുറത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി വനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കും. നിരന്തരം ആനശല്യമുള്ള മേഖലയാണ് മാന്നാമംഗലം. കഴിഞ്ഞ ദിവസവും ആനക്കുഴി പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് വനംവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുണ്ടൂർ പുതനൂർ കുന്നപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. പ്രതിഷ്ഠാദിനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പൊങ്കാലവെപ്പ് ചടങ്ങും നടന്നു. ചരിത്രത്തിലാദ്യമായി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പൊങ്കാലയിൽ 300ഓളം പേർ പങ്കെടുത്തു. 22-ന് നടന്ന കൊടിമര പ്രതിഷ്ഠാദിനത്തിൽ ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചഗവ്യം, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായി. 23-ന് നടന്ന പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ട് ബലി, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിക്കൽ, തുടർന്ന് ആറാട്ടിറക്കിയ ശേഷം കൊടിയിറക്കം നടന്നു. 25 കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, പൊങ്കാല സമർപ്പണം എന്നിവയും കലശപൂജയ്ക്ക് ശേഷം പ്രസാദപൂട്ടുമുണ്ടായി. 20-ന് കൊടിയേറ്റം, അത്താഴപൂജ, പഞ്ചവാദ്യത്തോടെ ശീവേലി, 21-ന് ശ്രീരാജ് ചാക്യാർ കിള്ളിക്കുറിശി മംഗലത്തിന്റെ ചാക്യാർകൂത്തും അരങ്ങേറി. വൈകുന്നേരം കോങ്ങാട് മധുക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഭഗവതി പാട്ടുമുണ്ടായി. തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാടാണ് കാർമ്മികത്വം. ക്ഷേത്രം പ്രസിഡന്റ് PV രാമൻകുട്ടി, സെക്രട്ടറി അത്തിക്കൽ ശിവകുമാർ, ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി. ശ്രീ കുന്നപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാപന മഹോത്സവം ഏപ്രിൽ 20 മുതൽ 23 വരെ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് അവസാന ദിവസം ആറാട്ട് ബലി, അതുകൂടാതെ ചരിത്രത്തിൽ ആദ്യമായി പൊങ്കാല എന്നുള്ളൊരു പരിപാടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഒരു 220ഓളം ആൾക്കാരോളം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ പ്രസാദൂട്ട്, പൊങ്കാലയ്ക്ക് നേതൃത്വം കൊടുത്തത് ബ്രഹ്മശ്രീ അണ്ടലാടി നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആദ്യതിരി കൊടുത്തി ഭണ്ഡാര. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുണ്ടൂരിൽ CP ഭരതൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. നാമ്പള്ളിപ്പുര SVM ALP സ്കൂളിലെ PTA മാനേജ്മെന്റ്, രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. നാമ്പള്ളിപ്പുര SVM ALP സ്കൂളിന്റെ സ്ഥാപക കാലഘട്ടം മുതൽ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയായും പിന്നീട് രക്ഷിതാവായും PTA SFG സംഘടനകളുടെ നേതാവായും മേളകളുടെയും വാർഷികാഘോഷങ്ങളുടെയും എല്ലാം സംഘാടകനായും സ്കൂളിന്റെ പുരോഗതിയിൽ മാർഗദർശിയായി നിലകൊണ്ട വ്യക്തിത്വത്തിനുടമയാണ് CP ഭരതൻ. അധ്യാപകർക്കെല്ലാം സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതൊരാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാൻ കഴിയുന്ന CP ഭരതന്റെ വേർപാട് സ്കൂളിനെ സംബന്ധിച്ച് നികത്താനാവാത്തത് തന്നെയാണ്. സ്കൂളിൽ സംഘടിപ്പിച്ച അനുശോചന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് TA അബ്ദുൾ സലാം അധ്യക്ഷനായി. വാർഡ് മെമ്പർ PK രാജേഷ്,
SFG പ്രസിഡന്റ് B. വിജയകുമാർ, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി KS. സുരേഷ് മുണ്ടൂർ, വിവിധ കമ്മിറ്റി അംഗങ്ങളായ ഷഹദ്, ഗോപാലകൃഷ്ണൻ, പ്രധാന അധ്യാപിക M. ജയശ്രീ, സീനിയർ അധ്യാപിക VP. ഉമാദേവി തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. ഇപ്പോഴും എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ച് ആ ബന്ധങ്ങൾ നിലനിർത്തുന്ന ആൾക്കാരാണ്. അതിൽ ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുന്നത് പിന്നെ രാവണിയേട്ടൻ, പിന്നെ ആ ഗാംഗിൽ രാവണിയേട്ടൻ, നമ്മുടെ കുമാരേട്ടൻ, പിന്നെ പറളിയിൽ മാണിക്കേട്ടൻ ഉണ്ടായിരുന്നു. മാണിക്കേട്ടൻ മരിച്ചു. പിന്നെ ആ തിയേറ്ററിലെ ഒരു ജോസാട്ടൻ, അങ്ങനെ എന്തോ ഒരു നല്ല രീതിയിലാണ് തന്നെ അതിൽ മനുഷ്യ വംശഹത്യ എന്ന രീതിയിലേക്കുള്ള ഒരു നയങ്ങളും രീതികളും തന്നെ ആ ഭാഗത്ത് ഉൾക്കൊള്ളലും നമ്മുടെ കോങ്ങാടിൽ തന്നെ വലിയൊരു വിപ്ലവം സംഭവിക്കുന്ന രീതിയിലേക്ക് ആ ഒരു രീതിയൊക്കെ മാറുന്നു. കുറിച്ചൊക്കെ നമ്മുടെ വലുതായിട്ടൊക്കെ കൃത്യമായിട്ടുള്ള അവരൊക്കെ ആ രീതി നമുക്കൊക്കെ ഓർമ്മകളും വായിച്ചതിൻ്റെ അറിവുകളേ ഉള്ളൂ. നക്സൽ പ്രസ്ഥാനങ്ങളുടെ ലഘുലേഖകളിൽ ആകൃഷ്ടനായി സജീവ നക്സൽ പ്രവർത്തകനായ CP ഭരതൻ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കോങ്ങാട് നാരായണൻകുട്ടി നായർ കൊലപാതക കേസിൽ 9 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സാംസ്കാരിക മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സജീവമായിരുന്നു. ചളിർക്കാട് ബ്രദേഴ്സ് വായനശാലയ്ക്ക് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയതും കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും CP ഭരതനാണ്. ദീർഘകാലം സ്കൂളിൽ PTA പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന CP ഭരതന്റെ ഓർമ്മയ്ക്കായി സ്കൂളിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തിലാണ് നാട്ടുകാരും അധ്യാപകരും PTA ഭാരവാഹികളും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവ് പൂരം ഏപ്രിൽ 25-ന്. വിവിധ ആഘോഷ കമ്മിറ്റികൾ പൂരത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളിൽ ഒന്നായ കിഴക്കുമുറി വിഭാഗം ഇത്തവണയും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷത്തെ വരവേൽക്കുന്നത്. പൂരം ദിവസം രാവിലെ ക്ഷേത്രം മുൻ മേൽശാന്തി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കിഴക്കുമുറിയിൽ ഗണപതി ഹോമം, വിശേഷ പൂജകൾ എന്നിവ നടക്കും. ഗജരാജന് വരവേൽപ്പ്, തമ്പോലമേളം, ഉച്ചയ്ക്ക് പന്തലിൽ പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും. പൂതൻ, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ 3 മണിക്ക് ശേഷം കിഴക്കുമുറി പൂരം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മേലൂർ പുല്ലാനിയിൽ ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് 34 വയസ്സുള്ള ലിജി. ഭർത്താവ് പ്രതീഷ് പോലീസ് കസ്റ്റഡിയിൽ. മദ്യലഹരിയിലായിരുന്ന പ്രതീഷ് ലിജിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നെന്ന് നിഗമനം. തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് ഒരു നാൾ മാത്രം ശേഷിക്കെ വാണിയംകുളത്തും ഷൊർണൂരും ആവേശം നിറച്ച് LDF റാലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേന്ദ്രസേനയും ലോക്കൽ പോലീസും സംയുക്തമായി പാലക്കാട് റൂട്ട് മാർച്ച് നടത്തി. കൊപ്പത്ത് പ്രവർത്തകന്റെ അപ്രതീക്ഷിത വേർപാടിൽ പൊതുയോഗം നടത്താതെ അനുശോചനം രേഖപ്പെടുത്തി UDF. ഒടുവിൽ നയം വ്യക്തമാക്കി മുൻ MLA AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശി വികസന മുന്നണി രൂപീകരിച്ചതായി പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ. പെരിങ്ങോട്ടുകുറിശിയുടെ വികസനത്തിനായി ആവശ്യപ്പെട്ടതിലധികം ഫണ്ട് അനുവദിച്ച പിണറായി സർക്കാരിനൊപ്പമെന്ന് AV ഗോപിനാഥ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.